നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ചത് മകളുടെ മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നോ? BJP സംസ്ഥാന നേതാവും മുൻ DGPയുമായ ജേക്കബ് തോമസിന്റെ ഈ ആരോപണം BJPയെയും CPMനെയും ഒരുപോലെ പിടിച്ച് കുലുക്കുകയാണ്. കേരള ഹൗസിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കുകയും അതോടൊപ്പം കേരള ഗവർണർ രാജേന്ദ്ര കേൽക്കറിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് മുഖ്യമന്ത്രി നടത്തിയ നീക്കം മകൾക്കെതിരെയുള്ള കേസുകൾ അട്ടിമറിക്കാനാണോ എന്നുള്ള ബലമായ സംശയമാണ് ജേക്കബ് തോമസിന്റെ ഈ ആരോപണത്തിലൂടെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേരളത്തിന് കിട്ടാനുള്ള പദ്ധതി വിഹിതം ചോദിച്ച് പിടിച്ചു വാങ്ങാനൊന്നുമല്ല പിണറായി വിജയൻ നിർമ്മല സീതാരാമനെ കണ്ടതെന്നും മകൾക്കെതിരെയുള്ള മാസപ്പടി കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനാണെന്നുമാണ് ഇപ്പോൾ ജേക്കബ് തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് BJPയുടെ സംസ്ഥാന നേതാവും മുൻ DGPയും ഇരിങ്ങാലക്കുടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ജേക്കബ് തോമസ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഏജൻസികളാണ്. ഇൻകം ടാക്സും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമുമെല്ലാം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ തീരുമാനമായിരിക്കും നിർണായകം. ഗവർണറെ കൂടി ഉൾപ്പെടുത്തി ഈ ധനകാര്യമന്ത്രിയെ പിണറായി വിജയൻ നേരിട്ട് അങ്ങോട്ട് പോയി കണ്ടത് ദുരൂഹതയുണർത്തുന്നതാണെന്നാണ് ജേക്കബ് തോമസ് ഇന്ന് പറയുന്നത്. ഇതിനെതിരെ താൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാരാരും കേന്ദ്ര മന്ത്രിമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാണാറില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ കാണാൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാരും അവർ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലാറില്ല. മുഖ്യമന്ത്രിമാർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഓഫീസിലെത്തി അവരെ നേരിട്ട് കാണുകയാണ് പതിവ്. മുഖ്യമന്ത്രിമാരല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരോ സംസ്ഥാന മന്ത്രിസഭയുടെ ആളുകളോ അല്ലെങ്കിൽ അവർ നിർണയിക്കുന്ന ഡെസിഗ്നേറ്റ് ചെയ്ത് വിടുന്ന ഉദ്യോഗസ്ഥരോ ഒക്കെയാണ് കേന്ദ്ര മന്ത്രിമാരെ കാണുന്നത്, പ്രത്യേകിച്ച് ക്യാബിനറ്റ് മന്ത്രിമാരെ കാണുന്നത്. ഒരിക്കലും പ്രോട്ടോകോളിൽ ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ അല്പം താഴ്ന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ക്യാബിനറ്റ് മന്ത്രിമാർ പൊതുവെ നേരിട്ട് ചെല്ലാറില്ല. എന്നാൽ ഇവിടെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. കേരളത്തിന്റെ ഉടമസ്ഥതയുള്ള കേരള ഹൗസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റിനായി നിർമ്മല സീതാരാമനെ വിളിക്കുകയും അതോടൊപ്പം ഗവർണറെ കൂട്ടുകയും ചെയ്തത് യഥാർത്ഥത്തിൽ ദുരൂഹതയുണർത്തുന്നതാണെന്നും നിർമ്മല സീതാരാമന്റെ വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസ് അന്വേഷിക്കുന്നതെന്നും അത് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നതെന്നുമാണ് ജേക്കബ് തോമസ് ആരോപിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് BJPയെയും CPMനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നുമല്ല, മറിച്ച് മറ്റു ചില കാര്യങ്ങളാണ് ഞങ്ങൾ അവിടെ സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുമ്പോൾ എന്തിനാണ് ഗവർണർ അവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം പോലും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വളരെ കോടിയലായിട്ടുള്ള സ്നേഹനിർഭരമായ ചർച്ചകളാണ് അവിടെ നടന്നതെന്നാണ് കേന്ദ്രത്തിലെ പ്രതിനിധി KV തോമസ് മാഷടക്കം പറഞ്ഞത്. ഏതായാലും ജേക്കബ് തോമസിന്റെ ഈ ആരോപണം BJPയെ അടിമുടി ഉലച്ചിരിക്കുകയാണ്. BJP അഖിലേന്ത്യാ നേതൃത്വവും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകളുണ്ടെന്നും അങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസടക്കമുള്ള കാര്യങ്ങൾ അട്ടിമറിഞ്ഞു പോയതെന്നും BJPയിൽ നിന്നും വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയനും നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച BJPക്കും CPMനും ഒരുപോലെ തലവേദനയായിരിക്കുകയാണ്. നിർമ്മല സീതാരാമന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മാസപ്പടി കേസ് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി ആ കേസിന് എന്ത് സംഭവിച്ചാലും അതിൻ്റെ പഴി BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെയും
കേന്ദ്ര ധനകാര്യമന്ത്രിയുടെയും തലക്കിരിക്കുമെന്നാണ് BJPയെ വിഷമിപ്പിക്കുന്നതെങ്കിൽ കേരളത്തിൽ CPMനെ വട്ടം ചുറ്റിക്കാൻ പോകുന്നത് BJP നേതൃത്വവുമായും RSS നേതൃത്വവുമായുമുള്ള അന്തർധാര CPMും പിണറായി വിജയനും ഇപ്പോഴും സൂക്ഷ്മമായി പുലർത്തുന്നു എന്ന ആരോപണമായിരിക്കും. ഈ രണ്ട് ആരോപണവും BJPക്കും CPMനും ഒരുപോലെ അപകടകരമാണ്, പ്രത്യേകിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജേക്കബ് തോമസ് ഇത്തരമൊരു ആരോപണം അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തമാവുകയാണ്.